എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ തുടക്കം കുറിച്ച ASMന് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ് സീരീസിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ബ്രിക്സ് സബ്മിറ്റിനെ കുറിച്ചാണ്. ബ്രിക്സ് സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 ബ്രിക്സ് സബ്മിറ്റ് നടക്കുന്നു. എത്രാമത് ബ്രിക്സ് സബ്മിറ്റ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട 17ാമതാണ്. ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രസീലാണ്. ബ്രസീലിൽ എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റിയോ ഡി ജനീറോയിലാണ്. ഓർത്തിരിക്കുക, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ബ്രിക്സ് സബ്മിറ്റ് 2025 എത്രാമത്? 17ാമത്. എവിടെ വെച്ച്? റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട്, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട്. ഇനി ഇവിടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറം നടക്കുന്നുണ്ട്. ബ്രിക്സ് പാർലമെന്ററി ഫോറം നടക്കുന്നത് എവിടെയാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയിലാണ്. എവിടെയാണ്? ഇന്ത്യയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറം നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മളോട് പരിചയപ്പെട്ടത് ബ്രിക്സ് 2025 നടന്നത് 17ാമത്തത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച്. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറം നടക്കുന്നു. എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മുടെ G7 രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുകയുണ്ടായിരുന്നു. G7 രാജ്യങ്ങളുടെ സമ്മേളനം നടന്നത് 2025 എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ കാനഡയിൽ വെച്ചിട്ടാണ്. കാനഡയിൽ എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ആർബർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആർബർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ G7 രാജ്യങ്ങൾ അവരുടെ 2025 നടന്നത് എത്രാമത് മീറ്റിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 51ാമത് G7 സബ്മിറ്റ് ആണ് 2025 നടന്നത്. അപ്പോൾ G7 ഉച്ചകോടി 2025 51ാമത് എവിടെ വെച്ച് നടന്നെന്ന് ചോദിച്ചാൽ കാനഡയിൽ വെച്ചിട്ടാണ്. കാനഡയിലെ ആർബർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഉച്ചകോടി നടന്നത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. നമുക്കറിയാം, ആ സമയത്ത് വാർത്തയിലൊക്കെ നല്ല രീതിയിൽ ഇടം പിടിച്ചതാണ്. പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ യുദ്ധമൊക്കെ നടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് G7 നടക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിനിടയിൽ വെച്ചിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ പോയി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി, ആ സാമ്പത്തിക ഉപദേശ സമിതിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് എസ് മഹേന്ദ്ര ദേവ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ പ്രധാനമന്ത്രി സാമ്പത്തിക ഉപദേശ സമിതി അധ്യക്ഷൻ എസ് മഹേന്ദ്രദേവ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ GSDP എന്ന് പറയും. GSDP അപ്പോൾ എന്താണ്? മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം. ഈ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? മഹാരാഷ്ട്രയാണ്. കേരളം എത്രാമതാണെന്ന് ചോദിച്ചാൽ 11ാം സ്ഥാനത്താണ് കേരളം. എത്രാമതാണ്? 11ാം സ്ഥാനത്താണെന്ന് കാര്യം ഓർക്കുക. ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, രണ്ടാമത് വരുന്നത് തമിഴ്നാടു ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് മൊത്തം സാമ്പത്തിക ആഭ്യന്തര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്, രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ്, അതേപോലെ തന്നെ 11ാം സ്ഥാനത്ത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി ഏതെന്ന് ചോദിക്കാം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഗ്രിഡ് ബന്ധിത സമ്പൂർണ്ണ സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ആദിവാസി കോളനി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നടുപ്പത്തിയാണ്.
നടുപ്പത്തി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ ആദിവാസി കോളനി. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ ആദിവാസി കോളനി ഏതാ? നടുപ്പത്തിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? നടുപ്പത്തിയാണ്. ഇനി അടുത്തത് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര് എന്ന ചോദ്യം ചോദിക്കാം. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ടെന്നീസാണ്. അപ്പോൾ അവിടെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് ആരാന്ന് ചോദിക്കാം. 2025 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ രാജ്യത്തിന്റെ കാർലോസ് അൽക്കാരസ് എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് വെച്ചാൽ സ്പെയിൻ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2025 ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് പുരുഷ വിഭാഗത്തിൽ ആരാണ്? കാർലോസ് അൽക്കാരസ് എന്ന പേരാണ് ഓർത്തിരിക്കുക. കാർലോസ് അൽക്കാരസ് എന്ന പേര് ഓർത്തിരിക്കുക. ഫ്രഞ്ച് ഓപ്പൺ 2025 പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. കാർലോസ് അൽക്കാരസ് എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് 2025 യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കൾ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ജേതാക്കൾ. അപ്പോൾ ഇതൊരു ഫുട്ബോൾ മത്സരമാണ്. നമുക്കറിയാം ക്രിസ്റ്റീന റൊണാൾഡോയ്ക്ക് ആ സമയത്ത് പത്രത്താളുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, പോർച്ചുഗൽ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ പത്രത്താളുകളൊക്കെ നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പോർച്ചുഗൽ ടീമൊക്കെ. അപ്പോൾ 2025 യുവേഫ നാഷൻസ് ലീഗ് ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പോർച്ചുഗൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം അടുത്തിടെ കണ്ടെത്തിയ പ്രദേശം ചോദിച്ചാൽ തമിഴ്നാടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം എന്താണ് കണ്ടെത്തുകയുണ്ടായിരുന്നു. എവിടെയാണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാണ്ഡ്യ കാലഘട്ടത്തിൽ 800 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയത് തമിഴ്നാട്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്ന വെബ് ആപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മളിവിടെ പരിചയപ്പെടുന്നത് DRUM എന്ന് പറയുന്ന ഒരു വെബ് ആപ്പ്. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി. ഈ ഒരു വെബ് ആപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം IIT ഖരഗ്പൂർ ആണ്. ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്ന വെബ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? IIT ഖരഗ്പൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. IIT ഖരഗ്പൂർ ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സ്പൈസസ് ബോർഡ് അടുത്തിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഉലുവ ഇലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. നമ്മുടെ സ്പൈസസ് ബോർഡ് ഉണ്ടല്ലോ, നമ്മുടെ സ്പൈസസ് ബോർഡ് അടുത്തിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ, എന്തിന്റെ പട്ടികയിലാണ്? വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇനം എന്താണെന്ന് വെച്ചാൽ ഉലുവ ഇലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് അടുത്തിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഉലുവ ഇലയെ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പം നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്യാമ്പയിൻ്റെ പേരാണ്. ക്യാമ്പയിൻ്റെ പേര് ആദ്യം പരിചയപ്പെടാം. വന്ദേ ഗംഗ ജല സംരക്ഷണ ക്യാമ്പയിനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ആരംഭിച്ചത്. പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ചിട്ടാണ്
ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പറഞ്ഞ എല്ലാ പോയിന്റ് ഓർക്കുക. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ചു. എവിടെ ആരംഭിച്ചു? രാജസ്ഥാനിൽ ആരംഭിച്ചു. വന്ദേ ജലസംരക്ഷണ ക്യാമ്പയിൻ എവിടെ? രാജസ്ഥാനിൽ. എന്തുമായി ബന്ധപ്പെടുത്തി? 2025 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധിപ്പിച്ച്. നമുക്കറിയാം ജൂൺ 5 തീയതിയാണ് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2025 ജൂൺ മാസം 6 തീയതിയാണ്. എന്തെല്ലാം നമ്മൾ പരിചയപ്പെട്ടു? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ, ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. എന്താണ്? റെയിൽവേ കമാന പാലമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. എന്താണ്? ചെനാബ് പാലം. ഇത് രാജ്യത്തിന് സമർപ്പിച്ച ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2025 ജൂൺ 6 തീയതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം അതേതാണ്? ചെനാബ് പാലമാണ്. അത് രാജ്യത്തിന് സമർപ്പിച്ചായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഈ ഒരു പാലത്തിന്റെ ഈ ചെനാബ് പാലം ഉണ്ടല്ലോ, ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1315 മീറ്റർ ആണ്. 1315 മീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് ഏതൊക്കെ ശൃംഖലയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഉധംപൂർ, ശ്രീനഗർ, ബരാമുള റെയിൽവേ ശൃംഖലയുടെ ഭാഗമാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ഇത് എന്ന് പറയുന്നത്, ഈ ചെനാബ് പാലം എന്ന് പറയുന്നത് ഉധംപൂർ, ശ്രീനഗർ, ബരാമുള റെയിൽവേ ശൃംഖലയുടെ ഭാഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. 2025 ജൂൺ 6 തീയതി, 2025 ജൂൺ 6 തീയതി, 2025 ജൂൺ 6 തീയതി നമ്മുടെ റെയിൽവേ, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് പാലം എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ആര്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ശൃംഖലയിൽപ്പെട്ടതാണ് ഈ ഒരു പാലം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 2025 ജൂൺ 6 മറക്കരുത്. പരിസ്ഥിതി ദിനത്തിന്റെ തൊട്ടടുത്ത ദിവസം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ചെനാബ് പാലം എന്നാണ് 2025 ജൂൺ 6 തീയതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ജൂൺ 6 തീയതി. അപ്പോൾ ഇവിടെ 2025 5 കഴിഞ്ഞാൽ വരുന്ന 6 മാസം, പിന്നെ 6 തന്നെ വീണ്ടും എഴുതിയാൽ മതി. അപ്പോൾ 6 തീയതിയും കിട്ടും. ആ രീതിയിൽ ഓർത്തിരിക്കുക. കാരണം ഈ ഡേറ്റ് എളുപ്പം എടുത്ത് ചോദിക്കാം. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 1315 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന കാര്യം ഓർത്തിരിക്കുക. 1315 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ്. പിന്നെ ഇത് ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള റെയിൽവേ ശൃംഖലയുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നു. അപ്പോൾ നമ്മളുടെ 2025 6 മാസം 6 തീയതി ഓർത്തിരിക്കുക. ഇനി ഈ 2025 6 മാസം 6 തീയതി. പിന്നെ ഈ നീളം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. 13-15. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വി ശ്രീനിവാസ് ആണ്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. 2025, 2028 കാലയളവിലേക്ക് നമ്മുടെ ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റായിട്ട് ആരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്? വി ശ്രീനിവാസിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയേ പറഞ്ഞുള്ളൂ. വി ശ്രീനിവാസ് 2025-28 കാലയളവിലേക്ക് ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ
ഇൻസ്റ്റിറ്റ്യൂട്ട്, ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. 2025-28 കാലയളവിലേക്ക് ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റായിട്ട് നമ്മുടെ വി ശ്രീനിവാസനെ തെരഞ്ഞെടുത്തു. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ബെൽജിയമാണ്. ആ ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ വി ശ്രീനിവാസാണ്. ഇന്ത്യക്കാരനാണ്. 2025-28 കാലഘട്ടത്തിലേക്കാണ് തെരഞ്ഞെടുത്തേക്കുന്നത്. അതായത് 3 വർഷത്തേക്കാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2020 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയത് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2025 ജൂൺ മാസപ്രകാരം നമ്മുടെ മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ, ആ മൈക്രോസോഫ്റ്റിനെ മറികടന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് എൻവിഡിയ എന്ന പേര് ഓർത്തിരിക്കുക. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ എൻവിഡിയ. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 നമ്മുടെ ഫ്രഞ്ച് ഓപ്പൺ ഉണ്ടല്ലോ, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആര് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കോക്കോ ഗൗഫ് എന്ന് പറയുന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇവർ ഏത് രാജ്യക്കാരിയാന്ന് ചോദിച്ചാൽ USA ആണെന്ന കാര്യം ഓർക്കുക. ഏത് രാജ്യക്കാരിയാണ്? USA. നമ്മൾ തൊട്ടു മുമ്പ് കാർലോസ് അൽക്കാരസ് പറഞ്ഞു അത് പുരുഷ വിഭാഗത്തിലേക്ക്, ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗത്തിലേക്ക് സ്പെയിൻകാരനാണെന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വനിതാ വിഭാഗമാണ്. വനിതാ വിഭാഗത്തിൽ ആരാണ് കപ്പ് ഉയർത്തിയെന്ന് വെച്ചാൽ കോക്കോ ഗൗഫ് എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം കോക്കോ ഗൗഫ് USA ആണ് 2025 കപ്പ് ഉയർത്തിയത്. മറ്റേത് നമ്മൾ പരിചയപ്പെട്ടിരുന്നു കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന പേരും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിനുള്ള സംരംഭമായ ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ടിന് തുടക്കം കുറിച്ചത് എന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് എന്നതാണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണം. എന്താണ് ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണം. അപ്പോൾ ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. വനവൽക്കരണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ആരവല്ലി ഗ്രീൻ വാൽ പ്രൊജക്ട് ആരവല്ലി പർവ്വതത്തിൽ എന്താണ് വനവൽക്കരണമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിലുള്ള സംരംഭമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ 2025 ഏത് ദിവസമായിരിക്കും? വനവൽക്കരണമൊക്കെ അല്ലേ. അപ്പം നമ്മുടെ ജൂൺ 5-ാം തീയതിയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ജൂൺ 5-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണ്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ആരവല്ലി പർവ്വതത്തിന്റെ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ്. 2020 ജൂൺ 5-ന് തുടക്കം കുറിച്ചു. അടുത്തത് അഞ്ചിഗഡ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പാലം കൂടി നമ്മളിവിടെ പഠിക്കുകയാണ്. അഞ്ചിഗഡ് എന്ന് പറയുന്ന പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആരുദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2025 നമ്മുടെ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്ത സെയിം ഡേറ്റിന്, അതായത് ജൂൺ 6-ാം തീയതി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലമാണ്. കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് അഞ്ചിഗഡ് പാലം. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ
കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ്. 2025 ജൂൺ 6 പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. 725 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. 725 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ നീളം? 725. നേരത്തെ നമ്മൾ 13-15 പഠിച്ചു ചെനാബ് പാലത്തിൻ്റെ നീളം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അഞ്ചിഗഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 725 മീറ്ററാണ്. 1315 ചെനാബിൻ്റെ നീളം. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന അഞ്ചിഗഡ് പാലത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം എന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്കായുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്കായിട്ടുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം കൂടിയാണിത്. ഇത് ജമ്മു കാശ്മീരിലെ കത്ര, റിയാസി ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കത്ര അതുപോലെ തന്നെ റിയാസി ജില്ലകളെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. നമ്മളിവിടെ പറഞ്ഞത് അഞ്ചിഗഡ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6 ഇതേ ദിവസം തന്നെയാണ് ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ അഞ്ചിഗഡ് പാലമാണ്. ഇതിൻ്റെ നീളം ചോദിച്ചാൽ 725 മീറ്ററാണ്. ഇന്ത്യൻ റെയിൽവേക്കായുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അഞ്ചിഗഡ് പാലം തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ജമ്മു കാശ്മീരിലെ കത്ര, റിയാസി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അഞ്ചിഗഡ് പാലം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ജമ്മു കാശ്മീരിലെ കത്ര, റിയാസി ഈ 2 ജില്ലകളെ തമ്മിൽ എന്ത് ബന്ധിപ്പിക്കുന്നു? ഈ പറയുന്ന അഞ്ചിഗഡ് പാലം ബന്ധിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ലോക പരിസ്ഥിതി ദിനം ഏതെന്നൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ജൂൺ 5 നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജൂൺ 5 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഇനി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ 2 തണ്ണീർത്തടങ്ങൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിലേക്ക് എന്താണ് 2 തണ്ണീർത്തടങ്ങളെ കൂട്ടിച്ചേർത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. പട്ടികയിൽ 2 തണ്ണീർത്തടങ്ങൾ കൂട്ടിച്ചേർത്തു. 2 തണ്ണീർത്തടങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. 2 തണ്ണീർത്തടങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഏതെല്ലാമാണെന്ന് വെച്ചാൽ ഒന്ന് രാജസ്ഥാനിലെ ഫലോഡിയിലെ ഗിച്ചൻ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ തണ്ണീർത്തടത്തിന്റെ പേര് ഞാനിവിടെ എഴുതുന്നു. രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഫലോഡിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഗിച്ചൻ എന്ന് പറയുന്ന തണ്ണീർത്തടം. 2 ഉദയ്പൂരിലെ മെനാർ എന്ന് പറയുന്നത്. ഒന്ന് അടുത്തെന്താണ്? ഉദയ്പൂരിലെ മെനാർ എന്ന് പറയുന്ന തണ്ണീർത്തടവുമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് നിലവിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 91 ഉത്തരം ഇനി വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടു? 2025 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 2 തണ്ണീർത്തടങ്ങൾ റംസാർ പട്ടികയിൽ ഇടം പിടിച്ചു. അതിൽ ഒന്ന് രാജസ്ഥാനിലെ ഫലോഡിയയിലെ ഗിച്ചൻ തണ്ണീർത്തടവും മറ്റൊന്ന് ഉദയ്പൂരിലെ മെനാർ എന്ന് പറയുന്ന തണ്ണീർത്തടവുമാണ്. അങ്ങനെ നമുക്കിപ്പോൾ 91 റംസാർ സൈറ്റുകളുണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ന കാര്യം ഓർത്തിരിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ 2 തണ്ണീർത്തടങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. രാജസ്ഥാനിലെ ഫലോഡിയയിലെ ഗിച്ചൻ തണ്ണീർത്തടവും ഉദയ്പൂരിലെ മെനാർ തണ്ണീർത്തടവുമാണ്. ടോട്ടൽ ഇപ്പോൾ എത്രയുണ്ടെന്ന് വെച്ചാൽ 91. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 33 രാജ്യങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ചത് 33 രാജ്യങ്ങളാണ്. മരുഭൂമിീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് 4 സംസ്ഥാനങ്ങളിലായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതിയാണ് എന്ത്? ഗ്രീൻ വാൾ പദ്ധതി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഗ്രീൻ വാൾ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, 2023
5 ജൂൺ മാസം 5-ാം തീയതി നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് മരുഭൂമീകരണത്തെ ചെറുക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? മരുഭൂമീകരണത്തെ ചെറുക്കുക. പിന്നെ ഭൂമി പുനഃസ്ഥാപിക്കുക. എന്താണ്? മരുഭൂമീകരണത്തെ ചെറുത്തുകൊണ്ട് ഭൂമി പുനഃസ്ഥാപിക്കുക. ഭൂമി എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. ഇതിനു വേണ്ടിയിട്ട് എന്താണ്? 4 സംസ്ഥാനങ്ങളിലായിട്ട് 4 സ്റ്റേറ്റിലായിട്ട് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് നമ്മുടെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതിയാണ് ഏത്? ഗ്രീൻ വാൾ പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ഗ്രീൻ വാൾ പദ്ധതി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് ഒക്കെ പഠിച്ചത്. ആരവല്ലി പർവ്വത്തിൽ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് 2025 ജൂൺ 5-ന് തുടക്കം കുറിച്ചു. അതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജൂൺ 5-ന് മരുഭൂമിവൽക്കരണം ചെറുക്കുക, ഭൂമി പുനഃസ്ഥാപിക്കുക, 4 സ്റ്റേറ്റിലായിട്ട് തുടക്കം കുറിച്ചു. ആര് തുടക്കം കുറിച്ചു? പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ഗ്രീൻ വാൾ പദ്ധതി എന്ന കാര്യം ഓർത്തി. അപ്പോൾ എന്താണ് ഗ്രീൻ വാൾ പദ്ധതി? അതിനെക്കുറിച്ച് ഒരു ഐഡിയ ആണ് നമുക്കിവിടെ പ്രധാനമായിട്ടും വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ഒരു തൈ നടാം എന്നത്. ഒരു തൈ നടാം എന്നതാണ് ക്യാമ്പയിന്റെ പേര്. അപ്പൊ എന്താണ് ഒരു തൈ നടാം എന്ന് പറയുന്നത്? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ. അപ്പൊ എന്തിന്റെ നേതൃത്വത്തിലാണ്? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ. അപ്പോൾ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ എന്താണ്? നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഒരു തൈ നടാം എന്ന് പറയുന്നത്. അപ്പോൾ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനാണ് ഇത് ഒരു തൈ നടാം എന്നത്. എന്താണ്? ഒരു തൈ നടാം എന്നത്. ഇനി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത് ലീ ജെ യങ്ങിനെയാണ്. ആരെയാണ്? ലീ ജെ യങ്ങിനെയാണ് നമ്മുടെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ പുതുതായിട്ട് ദക്ഷിണ കൊറിയയ്ക്ക് ഒരു പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. ലീ ജെ യങ് എന്നാണ് പ്രസിഡന്റിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മളൊരു പദ്ധതി പഠിച്ചു, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പഠിച്ചു. ഒരു തൈ നടാം എന്നതാണ് നമ്മുടെ ക്യാമ്പയിന്റെ പേര്. എന്താണ് ഒരു തൈ നടാം എന്ന് പറയുന്ന ക്യാമ്പയിൻ? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം. അപ്പോൾ എന്താണ് ഒരു തൈ നടാം എന്ന് പറയുന്ന ക്യാമ്പയിൻ? നമ്മുടെ സംസ്ഥാനത്ത് എന്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്തിന്റെ നേതൃത്വത്തിൽ? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോളാണ്ടിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് വെച്ചാൽ കരോൾ നവ്റോക്കി എന്ന പേരാണ്. അപ്പോൾ ഇവിടെ 2 രാജ്യങ്ങളുടെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചു. അതിൽ ഒന്ന് നമ്മൾ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റിന്റെ പേര് പഠിച്ചു. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റിന്റെ പേര് നമ്മൾ പരിചയപ്പെട്ടു. ലീ ജെ യങ് എന്നാണ് പേര്. ലീ ജെ യങ് എന്നാണ് പേര്. അടുത്ത് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് പോളാണ്ടിന്റെ പ്രസിഡന്റിന്റെ പേരാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പോളാണ്ടിന്റെ പുതിയ പ്രസിഡന്റാണ് കരോൾ നവ്റോക്കി. ആരാണ്? കരോൾ നവ്റോക്കി എന്ന പേര് ഓർത്തിരിക്കുക. കരോൾ നവ്റോക്കി. അപ്പോൾ പോളാണ്ട് കരോൾ നവ്റോക്കി. ദക്ഷിണ കൊറിയ ലീ ജെ യങ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ആരാണ്? ലീ ജെ യങ്. ദക്ഷിണ കൊറിയ ലീ ജെ യങ്. പോളാണ്ട് കരോൾ നവ്റോക്കി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 2025 IPL ടൂർണമെന്റിൽ മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ 2025 IPL നമുക്കറിയാം, ബാംഗ്ലൂർ ആണ് കപ്പ് ഉയർത്തിയത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞെന്താണ്? 2025 IPL ടൂർണമെന്റിൽ മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത് മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എമർജർ പ്ലെയർ ഓഫ് ദ സീസണായിട്ട് തെരഞ്ഞെടുത്ത ആരെന്ന് ചോദിച്ചാൽ, എമർജർ പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് തെരഞ്ഞെടുത്ത് സായി സുദർശനാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശനെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇദ്ദേഹം ഏത് രാജ്യമാണെന്ന് വെച്ചാൽ ഏത് ടീമിലെ അംഗമാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ഗുജറാത്ത് ടൈറ്റൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗുജറാത്ത് ടൈറ്റൻസ് ഈ പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ IPLുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തത് 2025 IPL സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തു ആ ടൂർണമെന്റിൽ, IPL ടൂർണമെന്റ് 2025. ഇനി 2025 IPLിലെ എമർജർ പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് തിരഞ്ഞെടുത്തത് സായി സുദർശനാണ്. അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണെന്ന് കാര്യം ഓർക്കുക. നമുക്കറിയാം ബാംഗ്ലൂരാണ് കപ്പ് ഉയർത്തിയതെന്ന് നമുക്കറിയാം. ഇനി പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിംഗിന്റെ വേദി എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിംഗിന്റെ വേദി എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജാവലിംഗ് വേദി ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത് ബാംഗ്ലൂരാണ്. ബംഗളൂരു എന്ന പേരാണ് ഓർക്കേണ്ടത്. ബംഗളൂരു എന്ന പേര് ഓർത്തിരിക്കുക. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിംഗിന്റെ വേദി ബംഗളൂരു ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. അപ്പോൾ നമ്മൾ ചൈനയിലേക്ക് വരുന്നു. ചൈനയാണ് എന്ത് വികസിപ്പിച്ചത്? ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസ് വികസിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം, നിലമ്പൂരാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് അറിയാവുന്നതാണ്. അതാരാണ് ജയിച്ചതെന്നും നമുക്കറിയാം. ആര്യാടൻ ആണ് അവിടെ ജയിച്ചത് എന്ന് നമുക്കറിയാം. ആര്യാടൻ ഷൗക്കത്ത്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 11,077 വോട്ടുകൾക്ക്. ഇനി അടുത്തത് പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം നേടിയത് പാണ്ഡുരംഗ ഹെഗ്ഡെ ആണെന്ന് കാര്യം നോക്കുക. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. അപ്പം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നൽകുന്ന പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് ഈ ഒരു പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. എന്താണ്? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പാണ്ഡുരംഗ ഹെഗ്ഡെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നു അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയായ അയാട്ടയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയാണ് അയാട്ട. ഇതിന്റെ വാർഷിക സമ്മേളനം ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇത് ഓർത്തിരിക്കുക. അപ്പൊ അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടന അയാട്ട വാർഷിക സമ്മേളനം ഇന്ത്യയിൽ വെച്ച് നടന്നു. തവിടുകരടികളെ വെടിവെച്ചു കൊല്ലാനും ഇറച്ചി വിൽക്കാനും അനുമതി നൽകിയ രാജ്യമാണ് സ്ലോവാക്യ. ഏതാണ് രാജ്യം? സ്ലോവാക്യയാണ് രാജ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് പറഞ്ഞത്? തവിട്ടുകരടികളെ വെടിവെച്ചു കൊല്ലാനും ഇറച്ചി വിൽക്കാനും അനുമതി കൊടുത്തിരിക്കുകയാണ് സ്ലോവാക്യ എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ മറക്കത്തില്ല കേട്ടോ, തവിട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മറക്കത്തുണ്ടാവില്ല. തവിട്ട് കരടികളെ വെടിവെച്ചു കൊല്ലാനും ഇറച്ചി വിൽക്കാനും അനുമതി നൽകിയ രാജ്യം ചോദിച്ചാൽ സ്ലോവാക്യ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ തവിട്ട് കരടികളെ വെടിവെച്ചു കൊല്ലാനും ഇറച്ചി വിൽക്കാനും അനുമതി നൽകിയ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്ലോവാക്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് യുണൈറ്റഡ് നേഷൻ പൊതുസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യുണൈറ്റഡ് നേഷൻ പൊതുസഭ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അനലീന ബെയർബോക്ക് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അനലീന ബെയർബോക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്
യുണൈറ്റഡ് നാഷൻ പൊതുസഭയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. യുണൈറ്റഡ് നാഷൻ പൊതുസഭയുടെ അധ്യക്ഷ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനലീന ബെയർബോക്കിനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അനലീന ബെയർബോക്കിനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രിയാണ്. ഇവരാണ് ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രി. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് യുണൈറ്റഡ് നാഷൻ പൊതുസഭയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബെയർബോക്കിനെയാണ്. ഇവർ ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രിയാണ്. അനലീന ബെയർബോക്ക് ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗ്വേയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കാം. നമ്മുടെ പരാഗ്വേയുടെ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചു 2025 ജൂൺ മാസത്തിൽ. അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക, സാന്റിയാഗോ പെന പാലാസിയോസ് എന്നാണ് പേര്. എന്താണ് പേര്? സാന്റിയാഗോ പെന പാലാസിയോസ് എന്നാണ് പേര്. പാലാസിയോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ 2025 ജൂൺ മാസത്തിൽ പരാഗ്വേ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ പേര് സാന്റിയാഗോ പെന പാലാസിയോസ് എന്നാണ് പേര്. സാന്റിയാഗോ പെന പാലാസിയോസ് എന്ന പേര് ഓർത്തിരിക്കുക. പരാഗ്വേ പ്രസിഡന്റ് ആണ് സാന്റിയാഗോ പെന പാലാസിയോസ്. സാന്റിയാഗോ പെന പാലാസിയോസ് എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത പേര് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ചോദ്യമായി വന്നു കഴിഞ്ഞു പരീക്ഷയ്ക്ക്. അപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രീവിയസ് ആയിട്ട് ഈ അടുത്ത നടന്ന പരീക്ഷ ചോദ്യമായി വന്നു കഴിഞ്ഞു. ഉത്തരമായിട്ട് വരേണ്ടത് സാറ ജോസഫ് ആണ്. അപ്പോൾ PSC കറണ്ട് അഫയേഴ്സ് അത്രത്തോളം അപ്ഡേറ്റ് ആണ്. ഈ അടുത്ത നടന്ന പരീക്ഷയ്ക്ക് ജൂൺ മാസം 4-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മുടെ ASMന് വേണ്ടിയിട്ട് ആ രീതിയിൽ വേണം നമ്മൾ തയ്യാറെടുക്കാനായിട്ട്. അപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 3 ലക്ഷം രൂപയാണ് ഇതിന്റെ പുരസ്കാരം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2025 IPL സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട സായി സുദർശനാണ്. ആരാണ്? സായി സുദർശനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പർപ്പിൾ ക്യാപ്പ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ പ്രസീദ് കൃഷ്ണയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശൻ, അദ്ദേഹത്തിനാണ് 2025 IPL സീസണിൽ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത്. ഓറഞ്ച് ക്യാപ്പ് സായി സുദർശനാണ്. അതേ സമയത്ത് പർപ്പിൾ ക്യാപ്പ് ആർക്കാണ് ലഭിച്ചത്? പ്രസീദ് കൃഷ്ണയ്ക്കാണ് ലഭിച്ചത്. പർപ്പിൾ പ്രസീദ് കൃഷ്ണ, ഗുജറാത്ത് ടൈറ്റൻസിന്റെ തന്നെ സായി സുദർശൻ ഓറഞ്ച് ക്യാപ്പ് കിട്ടി. ഓറഞ്ച് സായി സുദർശൻ. നമ്മളിപ്പോ ഓറഞ്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ ഹായ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഓറഞ്ച് സായി സുദർശൻ എന്ന് ഓർത്തിരിക്കാം. അതുപോലെ പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് പ്രസീദ് കൃഷ്ണയ്ക്കാണെന്ന കാര്യം ഓർക്കുക. പർപ്പിൾ പ്രസീദ് കൃഷ്ണ, ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുന്നാൽ മതി. ഇനി നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജറായിട്ട് ചുമതലയേറ്റത് ആരെന്ന് ചോദിക്കാം. നബാർഡ് ആ നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജറായിട്ട് ചുമതലയേറ്റത് ആരാന്ന് ചോദിച്ചാൽ നാഗേഷ് കുമാർ അനുമാലിയാണ്. ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇനി കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമ്മുടെ ഉത്തരം KTAP എന്നാണ്. നമ്മുടെ പദ്ധതിയുടെ പേര് KTAP എന്നാണ്. ഇതിന്റെ പൂർണ്ണരൂപം ടെക്നോളജി അഡ്വാൻസ്ഡ് പ്രോഗ്രാമാണ് ഇതെന്ന കാര്യം ഓർക്കുക. ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് KTAP. എന്താണ് KTAP എന്ന് പറയുന്നത്? കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും, നമ്മുടെ കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം,
അതേപോലെ വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത. ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് എന്ത് മുഖേന നടപ്പിലാക്കുന്നതാണ്? കുടുംബശ്രീ മുഖേന. എന്താണ്? കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടാപ്പ് എന്ന് പറയുന്ന പദ്ധതി. എന്താണ്? കേട്ടാപ്പ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ കേട്ടാപ്പ് പദ്ധതി എന്താണ്? കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം. ഒരു ലക്ഷ്യം എന്താണ്? കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം. അപ്പൊ കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം. മറ്റൊരു ലക്ഷ്യം എന്താണ്? വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത. അപ്പൊ വനിതാ കർഷകർക്ക് എന്താണ്? സുസ്ഥിര വരുമാന ലഭ്യത. ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ആര് മുഖേന നടപ്പിലാക്കുന്നു? കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി കേട്ടാപ്പ്, ടെക്നോളജി അഡ്വാൻസ്ഡ് പ്രോഗ്രാം എന്നാണ് പൂർണ്ണരൂപം. അത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി പാഠം പദ്ധതി. അപ്പോൾ പ്രകൃതി പാഠം എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടെ നമ്മൾ പഠിക്കുകയാണ്. പ്രകൃതി പാഠം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പ്രകൃതി പാഠം പദ്ധതി എന്താണ്? സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ എന്താണ്? സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ്. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് ആർക്കായിട്ട് നടപ്പിലാക്കുന്നതാണ്? കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്, പ്രകൃതി പാഠം പദ്ധതി. ഇനി അടുത്തത്, മലയാള സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരെയാണ്? ഡോക്ടർ CR പ്രസാദിനെയാണ്. ഡോക്ടർ CR പ്രസാദ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ജൂൺ മാസത്തിൽ മലയാള സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് ഡോക്ടർ CR പ്രസാദിനെയാണ്. ഇനി അടുത്തത്, ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച ഗുജറാത്തിലെ കച്ചിലാണ്. എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണെന്ന കാര്യം ഓർക്കുക. ഇതും ചോദിക്കാവുന്നതാണ്. ഗുജറാത്തിലെ കച്ചിലാണെന്ന കാര്യം ഓർക്കുക. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഗുജറാത്തിലെ കച്ചിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനമാണ് അമലോപ്പസ് ഷിലോങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ മേഘാലയ ആ മേഘാലയയിലെ ഷിലോങ് അവിടെ നിന്നും ഒരു പുതിയ തവള ഇനത്തെ കണ്ടെത്തി. ആ പുതിയ തവളയുടെ പേര് അമലോപ്സ് ഷിലോങ് എന്നാണ്. എന്താണ്? അമലോപ്സ് ഷിലോങ് എന്നാണ്. അപ്പോൾ അമലോപ്സ് ഷിലോങ് എന്നാണ് ആ തവളയുടെ പേര്. അമലോപ്സ് ഷിലോങ് എന്നാണ് തവളയുടെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ തവളയുടെ പേര് അമലോസ് ഷിലോങ് എന്നാണ്. എന്താണ്? അമലോപ്സ് ഷിലോങ് എന്നാണ്. ഷിലോങ് കാസ്കേഡ് എന്നും അറിയപ്പെടും. എന്താണ്? ഷിലോങ് കാസ്കേഡ് എന്നും അറിയപ്പെടും. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് മേഘാലയയിലെ ഷിലോങ്, അവിടെ നിന്നും പുതിയൊരു തവള ഇനത്തെ കണ്ടെത്തി. അമലോപ്സ് ഷിലോങ് എന്നാണ് അതിൻ്റെ പേര്. ഷിലോങ് കാസ്കേഡ് എന്നും ഇത് അറിയപ്പെടും. ഇനി 2026 T20 വനിതാ ലോകകപ്പിൻ്റെ വേദി ചോദിച്ചാലോ? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇംഗ്ലണ്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2026 വനിതാ T20 വേൾഡ് കപ്പ് വേദി ചോദിച്ചാൽ ഇംഗ്ലണ്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 IPL ജേതാക്കൾ ആരെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. IPL ജേതാക്കളാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന കാര്യം ഓർത്തിരിക്കുക. ലോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ 2025 IPL ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ 2025 IPL ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അപ്പോൾ നമ്മൾ IPL ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. 2025 IPL ടൂർണമെന്റിൽ മികച്ച താരമായി തെരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവിനെയാണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് എമർജർ പ്ലെയർ ഓഫ് ദി സീസണായിട്ട് തെരഞ്ഞെടുത്തത് സായി സുദർശനെയാണെന്ന് നമ്മൾ പഠിച്ചു. സായി സുദർശൻ എന്ന് പറയുന്ന പേരും നമ്മളിവിടെ പരിചയപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താണ്? 2025 നമ്മുടെ IPL വരുമ്പോൾ ആ IPL ജേതാക്കളായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്ത ടൂർണമെന്റിലെ തന്നെ മികച്ച താരം സൂര്യകുമാർ യാദവാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് എമർജർ പ്ലെയർ ഓഫ് ദി സീസണായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ സായി സുദർശനാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമായിട്ടുള്ള സായി സുദർശനെയാണ് എന്ന് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി.
അതിനുശേഷം പിന്നീട് നമ്മൾ സായി എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കിട്ടാണ് നമ്മൾ ഹായ് എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സായി സുദർശൻ, ഗുജറാത്ത് ടൈറ്റൻസിന് സായി സുദർശന് തന്നെയാണ് 2025 IPL സീസണിലെ ഓറഞ്ച് ക്യാപ്പ് കിട്ടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓറഞ്ച് ക്യാപ്പ്. അതിനോടൊപ്പം നമ്മൾ പ്രസീദ് കൃഷ്ണ എന്ന പേര് പഠിച്ചു. പർപ്പിൾ ക്യാപ്പ് പ്രസീദ് കൃഷ്ണയ്ക്കാണെന്നും പഠിച്ചു. പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് പ്രസീദ് കൃഷ്ണയ്ക്കാണെന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിരീടം ആർക്കാണ്? സൂര്യകുമാർ യാദവ്, എമർജർ പ്ലെയർ ആയിട്ട് സായി സുദർശൻ, പിന്നെ ഓറഞ്ച് ക്യാപ്പും അദ്ദേഹത്തിന്, പർപ്പിൾ ക്യാപ്പ് പ്രസീദ് കൃഷ്ണയ്ക്കാണ്. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല, ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ല, അതിദാരിദ്ര്യ മുക്ത ജില്ല. കണ്ണും പൂട്ടി പറയാട്ടോ, കണ്ണും പൂട്ടി പറയാം കണ്ണൂരെന്ന്. അപ്പം എന്താണ് അതിദാരിദ്ര്യമുക്ത ജില്ല? ഏതാണ്? കണ്ണൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പ്രത്യേകം നൽകാതെ ഏത് വാക്ക് രേഖപ്പെടുത്താനാണ് കേരള ഹൈക്കോടതി അനുമതി നൽകിയതെന്ന് വെച്ചാൽ മാതാപിതാക്കൾ എന്നാണ്. മാതാപിതാക്കൾ എന്നാണ്. അപ്പം ഇതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പ്രത്യേകം നൽകാതെ ഏത് വാക്കാണ് രേഖപ്പെടുത്താൻ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? മാതാപിതാക്കൾ എന്നാണ്. അപ്പോൾ ആരാണ് നിർദ്ദേശിച്ചത്? കേരള ഹൈക്കോടതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പ്രത്യേകം നൽകാതെ എന്ത് വാക്ക് രേഖപ്പെടുത്താനാണ് കേരള ഹൈക്കോടതി അനുമതി നൽകിയത്? മാതാപിതാക്കൾ എന്ന വാക്ക് രേഖപ്പെടുത്താനാണ്. 2025 ജൂണിൽ റഷ്യക്ക് $200 കോടി നഷ്ടം വരുത്തിയ യുക്രൈൻ ആക്രമണത്തിന് പേരാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ്. ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരും ഓർത്തിരിക്കുക. സ്പൈഡർ വെബ് എന്ന പേര് ഓർത്തിരിക്കുക. സ്പൈഡർ വെബ്. അടുത്ത ചോദ്യം. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറയുന്നത്? 2025 ജൂൺ മാസത്തിൽ റഷ്യക്ക് $200 കോടി നഷ്ടം വരുത്തിയ യുക്രൈൻ ആക്രമണം, അല്ലെങ്കിൽ യുക്രൈൻ ആക്രമിച്ച അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോളാണ്ടിലെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്ന ട്രംപ് അനുകൂലിയായ വലതുപക്ഷ ദേശീയവാദി, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കരോൾ നവറോക്കി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടതാണ്. കരോൾ നവറോക്കി. എന്താണ്? കരോൾ നവറോക്കി എന്ന പേര് ഓർക്കുക. റോക്കി എന്താണ്? പോളാണ്ട്. കരോൾ നവറോക്കി എന്ന പേരാണ് ഇവിടെ ഓർക്കേണ്ടത്. പോളാണ്ട് കരോൾ നവറോക്കി. ഇനി അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ ന്യൂസ് ഡിസൈൻ വെബ്സൈറ്റ്. ഏഷ്യയിലെ ആദ്യത്തെ ന്യൂസ് ഡിസൈൻ വെബ്സൈറ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ ന്യൂസ് ഡിസൈൻ വെബ്സൈറ്റ് ആണ് ന്യൂസ് പേപ്പർ ഡിസൈൻ .com എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ ഡിസൈൻ .com ഇതാണെന്ന് ഓർത്തിരിക്കുക. ഏഷ്യയിലെ ആദ്യത്തെ ന്യൂസ് ഡിസൈൻ വെബ്സൈറ്റിന്റെ പേര് ന്യൂസ് പേപ്പർ ഡിസൈൻ .com ആണ്. ഇനി കേന്ദ്ര സർക്കാർ നീതി ആയോഗ് സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമാകുന്നത് ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ നീതി ആയോഗ് സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമാകുന്നത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാർ നീതി ആയോഗ് സഹകരണത്തോടെ, അപ്പോൾ കേന്ദ്ര സർക്കാർ ആരുടെ സഹകരണത്തോടെയാണ്? നീതി ആയോഗിൻ്റെ സഹകരണത്തോടെ ഏത് മാസമാണ്? സെപ്റ്റംബർ മാസത്തിൽ എവിടെ നടക്കുന്ന? ഡൽഹിയിൽ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ. എന്തിലാണ്? ദേശീയ വകുപ്പ് തല ഉച്ചകോടി. അപ്പോൾ ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമാകുന്നത് നമ്മുടെ കേരളമാണ്.
ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നീതി ആയോഗ് സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമാകുന്നത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാർ നീതി ആയോഗ് സഹകരണത്തോടെ സെപ്റ്റംബർ മാസത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമാകുന്നത് കേരളമാണ്. ഇനി അടുത്ത് നോക്കാം. 2025 ജൂണിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറാണ് ഗ്ലെൻ മാക്സ്വെൽ. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഗ്ലെൻ മാക്സ്വെൽ ഒന്നെങ്കിൽ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പം ക്രിക്കറ്റ് താരമാണ്, ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. അദ്ദേഹം 2025 ജൂണിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് ODI ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത്, റഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച് എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്ന പേരാണ്. അദ്ദേഹം എന്താണ് ഈ പറയുന്ന ഫ്രഞ്ച് ഓപ്പണിൽ ഈ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരമായിട്ട് മാറിയിരിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് റഫേൽ നദാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആരായി? നൊവാക് ജോക്കോവിച്ച് ആണ് ഫ്രഞ്ച് ഓപ്പണിൽ 100 ടെന്നീസ് വിജയങ്ങൾ നേടിയ താരമായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ ആപ്പാണ് കോമ്പൗണ്ടർ എന്ന് പറയുന്ന ആപ്പ്. എന്താണ് നമ്മുടെ ആപ്പിൻ്റെ പേര്? കോമ്പൗണ്ടർ എന്നതാണ് ആപ്പിൻ്റെ പേര്. കോമ്പൗണ്ടർ. എന്താണ് ഈ കോമ്പൗണ്ടർ എന്ന് പറയുന്ന ആപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് കോമ്പൗണ്ടർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഒരിക്കൽ കൂടി പറയാം. മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ ആപ്ലിക്കേഷനാണ് കോമ്പൗണ്ടർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതൊരു തരത്തിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക കോമ്പൗണ്ടർ. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ജൂൺ 15 മുതൽ 17 വരെ നടക്കുന്ന G7 ഉച്ചകോടിയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ആ തീയതിയും വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ജൂൺ 15 to 17 ഇതാണെന്ത് നമ്മുടെ G7 ഉച്ചകോടി നടക്കുന്നത്. ജൂൺ 15 to 17 എവിടെ വെച്ചിട്ടാണ്? കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈന്യ അഭ്യാസത്തിന്റെ പേര് പറയാമോ? നൊമാഡിക് എലിഫന്റ് 2025 എന്നാണ്. നൊമാഡിക് എലിഫന്റ് 2025. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈന്യ അഭ്യാസം എന്ന് വെച്ചാൽ ഇന്ത്യയും അതുപോലെ തന്നെ മംഗോളിയയുമാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇന്ത്യ മംഗോളിയ സൈനിക അഭ്യാസം നൊമാഡിക് എലിഫന്റ് 2025. നൊമാഡിക് എലിഫന്റ് 2025 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ട് നമ്മുടെ ലക്ഷ്യ PSCയുടെ ആപ്പിലുള്ള, അതായത് ലക്ഷ്യ PSCയുടെ ടെലിഗ്രാം ചാനലിലുള്ള ഓരോ ദിവസം അവരിടുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ പിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ടെലിഗ്രാം ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എത്രത്തോളം നമ്മളിവിടെ പഠിച്ചു എന്ന് വെച്ചാൽ ജൂലൈ മാസം 1 to 3 അവരിട്ടിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചു. ഇനിയിപ്പോൾ ജൂൺ മാസം 3 മുതൽ 30 വരെയുള്ളതും പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ പിറകോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. ജനുവരി മുതലുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അതായത് പ്രധാനപ്പെട്ട അവാർഡുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. നമുക്കറിയാം PSC ഈ അടുത്തുള്ള ഏതൊരു പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ അടുത്തുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 10 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിലൊരു 7ഓളം ചോദ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന അടുത്തുള്ള തന്നെയായിരിക്കും ചോദിക്കുക. പിന്നെ ഒരു 3 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ അപ്പുറത്തേക്കൊക്കെ വരുന്നത്. അതും വലുതായിട്ടൊന്നും പോകത്തൊന്നുമില്ല. ചിലപ്പോൾ ആ ചോദ്യങ്ങളുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഈ 6 മാസത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ആ രീതിയിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഈ അടുത്ത് നടന്ന പരീക്ഷകളൊക്കെ നോക്കി എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠനം നടത്താനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഈ ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് ജനുവരി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ജൂൺ 3 മുതൽ 30 വരെയുള്ളതും ജൂലൈ 1 to 3 ഇത്രയുമാണ് അവരുടെ ഈ പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരുന്നത്. ജൂലൈ മാസത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയാൽ മതി. നമ്മളെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യാറില്ല, കാരണം ചിലപ്പോൾ കോപ്പറേറ്റ് പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ലോണം പഠിക്കുക. നല്ലോണം പഠിച്ചാൽ ഈ ഒരു ASM എന്ന് പറയുന്ന എക്സാം നമ്മുടെ കയ്യിലുണ്ടാകും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.